നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഡിവൈഎഫ്ഐ മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. സംസ്ഥാന സ്കൂൾ കലോത്സവം ഒരുക്കങ്ങൾ വിലയിരുത്തി. ആളൂർ തുരുത്തിപ്പറമ്പ് വിനോദ സ്മാരക സാംസ്കാരിക നിലയത്തിന്റെ 20ാം വാർഷികാഘോഷം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. കൊടകര കണ്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പൂയ മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. അതിപുരാതനമായ മണ്ണുംപുറം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. BJP കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ മറ്റത്തൂരിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും BJPയും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന അവിശുദ്ധ രാഷ്ട്രീയ സഖ്യത്തിന്റെ പരീക്ഷണമാണ് മറ്റത്തൂരിൽ നടന്നതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ്. കോൺഗ്രസ് BJP അവിശുദ്ധ ബാന്ധവത്തിനെതിരെ ഡിവൈഎഫ്ഐ മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു വസീഫ്. കേരളത്തിനകത്തേക്ക് വർഗീയതയെ കൊണ്ടുവരാൻ ആര് ശ്രമിച്ചാലും ചെറുത്തു തോൽപ്പിക്കുക എന്നത് നമ്മുടെ രീതിയും പാരമ്പര്യവുമാണെന്നും വസീഫ് പറഞ്ഞു. കോടാലിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. തുടർന്ന് പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ കൊടകര ബ്ലോക്ക് സെക്രട്ടറി PD നെൽസൺ അധ്യക്ഷനായി. ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി KS റോസൽ രാജ്, CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MR രഞ്ജിത്ത്, PC ഉമേഷ്, PK രാജൻ, മറ്റത്തൂർ ലോക്കൽ സെക്രട്ടറി PS പ്രശാന്ത്, CK ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. മലയാളത്തിന്റെ പാരമ്പര്യമാണ്, നമ്മുടെ രീതിയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഈ നാടിനകത്ത് BJPയും RSSും മറ്റേതെങ്കിലും ജമായത്തെ ഇസ്ലാമിയോ SDP പോലെയുള്ള വർഗീയവാദികൾ ജയിച്ചു വരണമെന്ന് ഈ നാട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവിടെ കണ്ട കാഴ്ച എന്താ? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സാക്ഷാൽ VD സതീശൻ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണം ഞങ്ങൾക്ക് എന്നുള്ള വലിയ ആഗ്രഹം, അധികാര കൊതിമുത്ത് ഈ കേരളത്തിൽ നടത്താൻ പോകുന്ന വലിയ ഒരു ശ്രമമുണ്ട്. ആ ശ്രമത്തിന്റെ ട്രയൽ റണ്ണായിട്ടാണ് ഈ മറ്റത്തൂരിനെ അവർ കണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ നമ്മുടെ മുമ്പിലുള്ള അനുഭവം. കൊടകര കണ്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പൂയ മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ ക്ഷേത്രത്തിലെ വിശേഷാൽ ചടങ്ങുകൾക്കു ശേഷം 9 മണിക്ക് ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. തുടർന്ന് 12 മണിക്ക് വട്ടേക്കാട് സമുദായം, തെക്കുമുറി സമുദായം, കേശവനഗർ, ശ്രീമുരുകൻ സമുദായം, ശ്രീകൃഷ്ണ സമാജം, ശ്രീരാമ സമാജം, ശ്രീ മഹാവിഷ്ണു സമാജം എന്നീ കാവടി സമുദായങ്ങളുടെ കാവടിയാട്ടവും ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടും, ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് കാഴ്ച ശിവേലിയും, സന്ധ്യയ്ക്ക് ദീപാരാധനയും തായമ്പകയും ഉണ്ടായിരുന്നു. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി ബ്രഹ്മശ്രീ അഴകത്ത് മനക്കൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും മേൽശാന്തി ചുള്ളിമംഗലത്ത് മനക്കൽ വാസുദേവൻ നമ്പൂതിരിയും കാർമ്മികത്വം വഹിച്ചു. മേളത്തിന് കേളത്ത് സുന്ദരന്മാരാരും പഞ്ചവാദ്യത്തിന് തൃക്കൂർ രാജന്മാരാരും പ്രമാണികത്വം വഹിച്ചു. എഴുന്നള്ളിപ്പിന് ഒല്ലൂക്കര ജയറാം ഭഗവാന്റെ തിടമ്പേറ്റി. ആളൂരിൽ നാട്ടുണർവ് 2026 ഉദ്ഘാടനം ചെയ്തു. ആളൂർ തുരുത്തിപ്പറമ്പ് വിനോദ സ്മാരക സാംസ്കാരിക നിലയത്തിന്റെ 20ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ സാംസ്കാരിക സമ്മേളനം നാട്ടുണർവ് 2026 തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക നിലയം പ്രസിഡന്റ് ജിൻസൺ ചാദേലി അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് മുഖ്യാതിഥിയായിരുന്നു.
ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ഫ്രാൻസി, സാംസ്കാരിക നിലയം പ്രഥമ പ്രസിഡന്റ് ബൈജു കണ്ണൂക്കാടൻ, ആളൂർ പഞ്ചായത്ത് 10ാം വാർഡ് മെമ്പർ MC ഷാജു, മാള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡെൻസി ഡെൻ പോൾ, മാള ബ്ലോക്ക് ടൗൺ സഹകരണ സംഘം പ്രസിഡന്റ് അയ്യപ്പൻ അങ്കാരത്ത്, സാംസ്കാരിക നിലയം ട്രഷറർ അതുൽ കെ, കൊരട്ടി പാഥേയം പ്രതിനിധി KN വേണു എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ മാനവ സംസ്കൃതി പുരസ്കാരം ചാലക്കുടി സൗത്ത് റോട്ടറി ക്ലബിനും ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് PK ശ്രീധരൻ മാസ്റ്ററിനും മാധ്യമ പുരസ്കാരം ഡിനോ കൈരാടത്തിനും നൽകി. വളരെയധികം കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് പ്രിയപ്പെട്ട ശ്രീ ബൈജു കണ്ണൂക്കാടൻ എന്ന് പറയുന്ന നമ്മുടെ മാഷ്. അപ്പം മാഷ് 2-3 ദിവസം മുന്നേ വന്നു. അപ്പം പിന്നെ ഇത്തിരി ദൂരെയാണെങ്കിലും വരാതിരിക്കുന്ന എങ്ങനെ. അതുപോലെ ഡേവിസ് മാഷ് വിളിച്ചു പറഞ്ഞു മേരി ഒന്ന് പോകണം എന്ന് പ്രത്യേകമായി പറഞ്ഞു. എനിക്കാണെങ്കിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ എറണാകുളം ജില്ലാ സമ്മേളനത്തിലായിരുന്നു ഞാൻ. സുവർണ ജയന്തി ഗോകുലം കലായാത്രയ്ക്ക് തുടക്കം. അമൃത ഭാരതത്തിന് ആദർശ ബാല്യം എന്ന സന്ദേശവുമായി ബാലഗോകുലം സംഘടിപ്പിക്കുന്ന സുഹൃത കേരളം സുവർണ ജയന്തി ഗോകുല കലായാത്രയ്ക്ക് തുടക്കം. ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സ്കൂളിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ബാലഗോകുലം ഉത്തര കേരളം സംസ്ഥാന അധ്യക്ഷൻ N ഹരീന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി സുരേഷ് വനമിത്ര അധ്യക്ഷനായി. ഡോക്ടർ RLV രാമകൃഷ്ണന്റെ ആശംസയിൽ വീഡിയോ സന്ദേശം പ്രദർശിപ്പിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ ഉത്തര കേരളം സംസ്ഥാന കാര്യദർശി U പ്രഭാകരൻ, രാഷ്ട്രീയ സ്വയംസേവക സംഘം ഖണ്ഡ് സംഘചാലക് പത്മനാഭസ്വാമി, ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ്, ചാലക്കുടി ഗോകുല ജില്ലാ കാര്യദർശി C ദേവാനന്ദ്, ജില്ലാ ഗോകുല രക്ഷാധികാരി ശ്രുതി രാഗേഷ് എന്നിവർ സംസാരിച്ചു. ചാലക്കുടി, അന്നമനട, അന്നനാട്, പുതുക്കാട്, കോടാലി എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി ഗോകുലയാത്ര കൊടകരയിൽ സമാപിക്കും. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ യോഗം ചേർന്നു. ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളിലെയും പ്രിൻസിപ്പൽമാർ, PTA പ്രസിഡന്റുമാർ, മാനേജ്മെന്റ് പ്രതിനിധികൾ എന്നിവരുടെ യോഗം ടൗൺ ഹാളിൽ നടന്നു. ജനുവരി 14 മുതൽ 18 വരെയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി, റവന്യൂ മന്ത്രി K രാജൻ എന്നിവർ നേതൃത്വം നൽകി. കലോത്സവം വിജയകരമാക്കാൻ എല്ലാ വിദ്യാലയങ്ങളിലെയും PTA-യും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തി യോഗം ചേരണമെന്ന നിർദ്ദേശമുണ്ടായി. പ്രോഗ്രാം കമ്മിറ്റി ചെയർപേഴ്സൺ AC മൊയ്തീൻ MLA, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ്, അഡീഷണൽ ഡയറക്ടർ RS ഷിബു, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. കലോത്സവം സുഗമമാകാൻ 19 സബ് ജില്ലാ കമ്മിറ്റികളുടെ യോഗം രാമനിലയത്തിൽ ചേർന്നു. ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ട്രേഡ് യൂണിയൻ നേതാക്കൾ, ഹോട്ടൽ റെസ്റ്റോറന്റ് ഉടമകൾ, വിദ്യാർത്ഥി യുവജന സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, വ്യാപാരി വ്യവസായി സംഘടനകൾ, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധികൾ എന്നിവരുടെ യോഗവും രാമനിലയത്തിൽ ചേർന്നു. മണ്ണുംപുറം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ അതിപുരാതനമായ മണ്ണുംപുറം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം മഹാഗണപതി ഹോമത്തോടെ ആരംഭിച്ചു. രുദ്രാഭിഷേകവും അന്നമനട മുരളീധരമാരാർ അവതരിപ്പിച്ച മേജർ സെറ്റ് പഞ്ചവാദ്യവും അരങ്ങേറി. തുടർന്ന് അന്നദാനം നടന്നു. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നായി നാമജപ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ താലം വരവ്, മാരാംകോട് ശ്രീ ദുർഗ, ശ്രീ ഭദ്രകാളി ക്ഷേത്രം, ശ്രീ അന്നപൂർണേശ്വരി, ശ്രീ ഭദ്രകാളി ക്ഷേത്രം കാരാപ്പാടം, മനപ്പറമ്പ് ഭഗവതി ക്ഷേത്രം കിഴക്കേ കുറ്റിച്ചിറ, ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് കിഴക്കേ കുറ്റിച്ചിറ, പഴയകുളംപാറ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം കുണ്ടുകുഴിപ്പാടം, ശ്രീ അന്നപൂർണേശ്വരി, ശ്രീ ഭദ്രകാളി ക്ഷേത്രസമിതി കുണ്ടുകുഴിപ്പാടം കുറ്റിച്ചിറ, കണ്ണൂക്കാടൻ ശ്രീ വടക്കൻ ചൊവ്വ ഭഗവതി ക്ഷേത്രം മോതിരക്കണ്ണി ശ്രീ രക്തേശ്വരി അന്നപൂർണേശ്വരി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നാണ് താലം വരവ്. പ്രസിഡന്റ് KV ബാലകൃഷ്ണൻ, സെക്രട്ടറി NK മുരളീധരൻ, ദേവസ്വം സെക്രട്ടറി TS ശിവദാസൻ, മാതൃസമിതി പ്രസിഡന്റ് സീന ദേവദാസ്, ഗജാൻജി, KS ശ്രീകുമാർ, PC ജയേഷ്, ബീന ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. സ്പൈസ് വാലി നാച്ചുറൽ ഫുഡ്സിന്റെ സ്പൈസ് വാലി ഫ്ലവർ മിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രകൃതിദത്ത മികവുകൾ ഒട്ടും കുറയാതെ ഭക്ഷ്യസുരക്ഷയുടെ തികവിലും സ്പൈസ് വാലി നാച്ചുറൽ ഫുഡ്സിന്റെ സ്പൈസ് വാലി ഫ്ലവർ മിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ എളവള്ളിയിൽ ആരംഭിച്ച ഫ്ലവർ മിൽ മണലൂർ MLA മുരളി പെരുന്നല്ലി ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റി ഡയറക്ടർ G കൃഷ്ണമോഹൻ സ്വിച്ച് ഓൺ നിർവഹിച്ചു. വാർഡ് മെമ്പർ KC ജയൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. യാതൊരുവിധ നിറക്കൂട്ടുകളില്ലാത്ത ശുദ്ധമായ അരിപ്പൊടി, ഗോതമ്പ് പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി, ചിക്കൻ മസാല, ഫിഷ് മസാല, ഗരം മസാല, മീറ്റ് മസാല തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ മൊത്തമായും ചില്ലറയായും ഇവിടെ ലഭ്യമാണെന്ന് മാനേജിംഗ് ഡയറക്ടർമാരായ ബിജു കാളിയങ്കര, ഷാഹിമ കാസിം എന്നിവർ അറിയിച്ചു.
സ്വർണ്ണവില. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡിവൈഎഫ്ഐ മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. സംസ്ഥാന സ്കൂൾ കലോത്സവം ഒരുക്കങ്ങൾ വിലയിരുത്തി. ആളൂർ തുരുത്തിപ്പറമ്പ് വിനോദ സ്മാരക സാംസ്കാരിക നിലയത്തിന്റെ 20ാം വാർഷികാഘോഷം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. കൊടകര കണ്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പൂയ മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. അതിപുരാതനമായ മണ്ണുംപുറം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.